ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. വേറെ കവിതയുമായിട്ട് പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ഒരു കവിതയായിട്ടാ വന്നേ. ഈ കവിതയായിട്ട് ഇത് കേട്ട് പരിചയമുള്ള വരികളാണ്. ഒന്ന് തുറക്കു കുഞ്ചാക്കോ നിൻ ഹൃദയത്തിന് അറവാതിൽ അതിലൊന്നിലെങ്കിലും ഞാൻ ചുരുക്കം പോലീസ് സ്റ്റേഷനുകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൂടുതലും ക്യാമ്പസ് ബോയ്സ് ആയിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാനുള്ള സമയം പുള്ളിക്കാരി നന്നായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഥാപാത്രത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാ പിന്നെ പോയിക്കൂടെ? വേറെ കാരണം പോലീസ് സ്റ്റേഷനിൽ പോലീസ് വേഷമിട്ട് പോലീസ് ഒപ്പം വെച്ച് ഫയലും പിടിച്ചോണ്ടിരിക്കും. കഥ എഴുതിയ ഷാഹിയല്ലേ? ചാക്കോച്ചൻ കോളേജ് പരിപാടിയൊക്കെ നിർത്തി വേറെ ലെവലിലേക്ക് പോയി. അപ്പൊ കൂട്ടുകാരൻ ആവശ്യമില്ല. ഞാൻ പഠിച്ച് പാസ്സായിട്ട് നമ്മളെ മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട് നമ്മളെ ലൊക്കേഷനിൽ വന്ന് നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ആ സമയത്ത് ഒരു പ്രോസസ് എന്തോ ഒരു സംഭവം നടക്കുന്നു. സോറി, ഡ്രഗ്സ് ഞങ്ങൾ ഉപയോഗിക്കും. ജ്യൂസ് കുടിച്ചാൽ ഉറക്കം വരുന്നു എന്നുള്ളതാണ്. നമ്മളല്ലേ പരിചയപ്പെട്ട അപ്പനിക്ക് പറഞ്ഞു. പണ്ട് ചാക്കോച്ചൻ മൈകാരുടെ ഇപ്പോഴും റൊമാൻറ്റിക് ആണ് ആള്, അന്നും റൊമാൻറ്റിക് ആണ്. നിന്നോടോ? എന്നോടല്ല, എടുത്തു പറയണം പ്ലീസ്. ഇവന്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ഇവനേക്കാളും മുമ്പേ ഞാൻ കല്യാണം കഴിക്കും. ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് എന്റെ ഏകദേശം സമയമായി. എന്ത് ചെയ്യണം എന്നാ 2 ദിവസം മുമ്പ് ഞാൻ ആദ്യം കെട്ടിയെന്ന് പറയാലോ. അത് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. പ്രണയമണി തൂവൽ പൊഴിയും മഴത്താണോ? അല്ലല്ല, വീട്ടില് തൂവൽ എന്തായാലും പൊഴിയും തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എടുത്താൽ നല്ല ക്യാരക്ടർ ചെയ്തു തരും. ഇപ്പൊ പറഞ്ഞു വരുമ്പോ പുള്ളിക്കാരി എന്നെ പറ്റി പറഞ്ഞു ഇപ്പൊ എടുത്താ കൊള്ളാം. നല്ല സാധനമാണ്. എന്നാ താങ്ക് യു. അനിയത്തിപ്രാവിൽ അത്ര വലിയ ഭംഗിയൊന്നും ഭയങ്കര വിഷമമുള്ള കാര്യം. കാരണം ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം എല്ലാത്തിനും റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സോറി, അത് അവരും അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. ഇതുവരെ ആരും പറയാ ഇത് ഇതിഹാസങ്ങൾ എഴുതാ കഥ. ഞാൻ മറന്നുപോയി, സോറി. ഓക്കെ, അവരുടെ ലൈൻ പറഞ്ഞു തുടങ്ങാനായിരുന്നു. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. വേറെ കവിതയുമായിട്ട് പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ഒരു കവിതയായിട്ടാ വന്നേ. അപ്പൊ ഇത് പുതിയ കവിതയായിട്ട് ഇത് കേട്ട് പരിചയമുള്ള വരികളാണല്ലോ. അത് ഞാൻ പിന്നെ എപ്പോഴും പറഞ്ഞോളാം. ഓക്കെ, സോ വെൽക്കം ഗൈസ്. ഉന്മാദം വരികയാണ്. ആദ്യമായിട്ട് ചാക്കോച്ച ഉന്മാദം എന്നൊരു സിനിമ ശരിക്കും ഷാഹി കപൂർ ചാക്കോച്ചൻ കൂട്ടുകാരിൽ വരുന്ന മറ്റൊരു സിനിമ, ശരിക്കും ഓഫീസ് ഓൺ ഡ്യൂട്ടിക്ക് ശേഷം വരുന്ന ഒരു സിനിമയാണ്. സെക്ഷൻ 174 നടക്കുന്ന ഒരുപാട് സെക്ഷൻ 174 നടക്കുന്ന ഒരു കഥാപശ്ചാത്തലത്തിൽ വരുന്ന സിനിമ, ഒരു ഹൊറർ എലമെന്റ് നമുക്ക് തോന്നുന്ന സിനിമ. ശരിക്കും എങ്ങനെയാണ് ശരിക്കും ഉന്മാദം ഒരു കഥയെ പ്രേക്ഷകരിലേക്ക് സിനിമയ്ക്ക് മുമ്പ് പറയുമെങ്കിൽ എങ്ങനെയായിരിക്കും ചാക്കോച്ചൻ പറയും? ഷാഹിയുടെ കൂടെ മൂന്നാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ 3 പോലീസ് കഥകളാണ്, അല്ലെങ്കിൽ പോലീസ് കഥാപാത്രങ്ങളാണ്. പക്ഷെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള 2 പോലീസ് കഥകളും സിനിമകളും രണ്ടും വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സിനിമകളുമാണ്. നായാട്ടിലെ പ്രവീൺ മൈക്കിൾ അല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഹരിശങ്കർ. അപ്പോൾ ഇതിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയും കഥാപാത്രവും ആയിരിക്കണം, അല്ലെങ്കിൽ കഥാപാത്രങ്ങളും ഉണ്ടാവണം ഉന്മാദം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാണ് ഉന്മാദം. ഈ നമ്മൾ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിൽ ഷാഹി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സ്ഥിരം ഷാഹി സിനിമകൾ പോലെ അത്ര ഡാർക്ക് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാർക്ക് അല്ല എന്ന് പറയുമ്പോൾ അത് തീരെ ഡാർക്കും അല്ല, എന്നാൽ അത്രയ്ക്ക് ലൈറ്റും അല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹൊറർ എലമെന്റ് കൂടി ഇതിലുള്ളത്. പിന്നെ ഇതിനൊരു പെർഫെക്റ്റ് ക്ലോഷറും ഉണ്ട്. കഥാപാത്രങ്ങൾക്കാണെങ്കിലും ഈ പറയുന്ന പോലെ ഫുൾ ടൈം ഭയങ്കര ഡാർക്ക് അടിച്ചിരിക്കുന്ന ആൾക്കാരെന്നതിനൊക്കെ അപ്പുറം നമുക്ക് കണ്ടുപരിചയപ്പെട്ടുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും തന്നെയാണ് ഇതിലുള്ളത്. കാരണം ഷാഹിയുടെ തന്നെ ജീവിതത്തിലുള്ള പരിസരവും അല്ലെങ്കിൽ ഷാഹിയുടെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അത് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പല്ലിയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, പ്രസൻസ് എന്ന് പറയുന്നത് ത്രൂ ഔട്ടും ഉണ്ട്. ഇത് പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഈ പല്ലി പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് കഥാപരമായിട്ട് അത് വളരെ ആവശ്യമുള്ളത് കൊണ്ടും കഥാഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതും കൊണ്ടുമാണ് ആ ഒരു പല്ലിയുടെ ഒരു
ടൈപ്പോഗ്രഫിയിൽ പോലും ആ ടൈറ്റിലിൻ്റെ ടൈപ്പോഗ്രഫിയിൽ പോലും പല്ലിയുടെ ഇമേജ് ഉള്ളത്. പല്ലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ ഇമ്പോർട്ടൻസ് പല്ലിക്കായിരിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഷാഹിക്ക് റൈറ്റിംഗിൽ ഒരു സ്വാഭാവികത എപ്പോഴും ഉണ്ട്, ഒരു റിയൽ പരിപാടിയാണോ എപ്പോഴും കണ്ടിട്ടുള്ളത്. അവിടെ ഈ ഹൊറർ എലമെന്റ് കൊടുക്കുമ്പോൾ റിയൽ പ്ലസ് ഹൊറർ അത് എങ്ങനെയാണോ, അത് സിനിമാറ്റിക് പെർസ്പെക്റ്റീവ് മാത്രമാണോ അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന് എക്സ്പീരിയൻസസോ അങ്ങനെ എന്തെങ്കിലും? അത് പുള്ളിയോട് തന്നെ ചോദിക്കണം. കാരണം കുറേയൊക്കെ പുള്ളിയുടെ ഇമാജിനേഷൻസ് ആണ്. ഇപ്പോൾ ഷെല്ലി എന്ന കഥാപാത്രത്തിന് അങ്ങനത്തെ കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് ഷാഹി എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ തോന്നിയിട്ടുള്ളതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഷെല്ലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഷാഹിയുടെ തന്നെ ലൈഫിലുള്ള ചില ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഷെല്ലി ഷാഹിയാണോ എന്ന് തന്നെ നമുക്ക് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ ഒരു ഔട്ട് ആൻഡ് ഔട്ട് റിയലിസ്റ്റിക് സിനിമ എന്നതിനേക്കാൾ അപ്പുറം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന രീതിയിൽ തന്നെയാണ് ഇത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സും സൈഡും അല്ലെങ്കിൽ ടെക്നിക്കൽ ടാലൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കിരൺ ദാസ് എന്ന പുതിയ സംവിധായകൻ അദ്ദേഹം, പക്ഷേ അതിനു മുമ്പ് കുറേ നല്ല സിനിമകൾ വാണിജ്യപരമായിട്ടും അല്ലെങ്കിൽ ക്രിട്ടിക്കലിയും വിജയിച്ചിട്ടുള്ള അംഗീകരിക്കപ്പെട്ടുള്ള സിനിമകളുടെ ഒരുപാട് സിനിമകളുടെ എഡിറ്ററാണ് അദ്ദേഹം. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ ക്യാമറ അർജുൻ സേതു ആണ്, മ്യൂസിക് മുജീബ് മജീദാണ്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് പനോരമ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ബോളിവുഡിലെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ഫുൾ ഓൺ പ്രൊഡക്ഷൻ വെഞ്ചറാണ് ഉന്മാദം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ ഒരു എസ്തെറ്റിക്കലിയും അല്ലെങ്കിൽ കമേഴ്ഷ്യലിയും നമുക്ക് വളരെയധികം ആൾക്കാരിലേക്ക് പ്രസൻറ്റബിളായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻസും ഒരു കൂട്ടായ്മയുമാണ് ഉന്മാദത്തിലുള്ളത്. പ്ലസ് ഒരു നല്ലൊരു ഓൺസെംബിൾ ഓഫ് ആക്ടേഴ്സ്. ഈ പറയുന്ന പോലെ നമുക്ക് പോസ്റ്ററിൽ തന്നെ കാണാം. ഞാനുണ്ട്, സുധീഷുണ്ട്, ലിജു ഉണ്ട്, കൃഷ്ണപ്രഭയുണ്ട്, സാബു മോനുണ്ട്, ഷാജു ഉണ്ട്, 2 ചോട്ടാസ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു പോലീസ് വേഷങ്ങൾ ഞങ്ങൾ രണ്ടുപേരും വളരെ ചുരുക്കമായി ചെയ്തിട്ടുള്ളൂ. സുധീഷിൻ്റെ ചുരുക്കം പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ കൂടുതലും ക്യാമ്പസ് ബോയ്സ് ആയിരുന്നു. അതിനുശേഷം നാട്ടുകാർ തന്നെ പറഞ്ഞു പഠിച്ചും മതിയായില്ലേ എന്ന് പറഞ്ഞു. അതെ അതെ, ക്യാമ്പസിൽ ഇറക്കി വിട്ട് കഴിഞ്ഞു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് സുധീഷ് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന അത് സുധീഷ് തന്നെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകും. എന്താ പറയുക, ലിജോ അഭിനയിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ലേറ്റസ്റ്റ് പൊന്മാനാണെങ്കിലും അതിനു മുമ്പ് ജയ്ഭീം ആണെങ്കിലും ഞാൻ ഒരിക്കൽ നമ്മൾ ഇന്റർവ്യൂവിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര നാച്ചുറൽ പരിപാടി നമുക്ക് ഫീൽ ചെയ്യുന്ന, നമ്മൾ ഒരാളായിട്ട് നമുക്ക് തോന്നുന്ന ഒരാളാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായി തിയേറ്ററിൽ പോയി കണ്ട സിനിമ ചാക്കോച്ചന്റെ നിറാണെന്നാണ് കേട്ടത്. അങ്ങനല്ല, ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട എന്റെ സിനിമ പുള്ളിക്കാരുടെ വേറെ ആയിരിക്കും. ചാക്കോച്ചന്റെ ആദ്യത്തെ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് നിറമാണ്. അങ്ങനെയാണോ പൊതുവെ ഇപ്പം പറഞ്ഞിരിക്കുന്നത്? 3ാം ക്ലാസ്. ചാക്കോച്ചന്റെ നായികയാണ് ഇരിക്കുന്നത്. അതാ ചാക്കോച്ചനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ മെച്യൂരിറ്റി ആലോചിച്ചു നോക്കും. കണ്ണാടി നോക്കി കണ്ണു നോക്കിയാൽ തമ്പുരാൻ. എന്റെ പൊന്നോ, ഇത് കവിതയുടെ മഴ തന്നെയാണല്ലോ. ഇത് കവിത കവിത രൂപത്തിൽ പറഞ്ഞോണ്ട് ചോദിച്ചത്. സോ ലിജു, എന്താ പറയാ, കുഞ്ചാക്കോ ബോബൻ എന്ന പെർഫോമർ ഒരുപാട് ഒരു ഇവല്യൂഷൻ പറയുകയാണ്. ശരിക്കും ഭയങ്കരമായ ഒരു പരിണാമം അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിൽ നമ്മൾ കാണുന്നുണ്ട്. ഒത്തുവരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഓരോ ദിവസവും അദ്ദേഹത്തിന് തന്നെ പുതുക്കിപ്പെടുന്നുണ്ടിരിക്കും. അവിടെയാണ് ലിജോ എന്ന ആക്ടർ ചാക്കോച്ചന്റെ പെർഫോമൻസ് കാണുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസും ഉന്മാദം മോസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ശരിക്കും ലിജോ? അതൊന്നും മൈൻഡ് ചെയ്യാനുള്ള സമയം പുള്ളിക്കാരി നന്നായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഥാപാത്രം എങ്ങനെ ശരിയാക്കണം എന്നെപ്പറ്റി ആലോചിക്കുന്നതിനിടയ്ക്ക് ഇവന്റെ മുഖത്തെന്താ വരുന്നത്, അതൊന്നും സമയമില്ല സഹോദരൻ. അങ്ങനെ പറയരുത്. തീർച്ചയായിട്ടും എനിക്ക് ഈ സിനിമയിൽ എന്റെ മേജർ സീൻസ് എല്ലാം എനിക്ക് ചാക്കോച്ചന്റെ കൂടെയാണ് എന്റെ കോമ്പിനേഷൻ സീക്വൻസസ് എല്ലാം തന്നെ വരുന്നത്. ഇത്രയും എന്നെക്കാൾ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലായിക്കോട്ടെ അഭിനയത്തിലായിക്കോട്ടെ. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ചാക്കോച്ചന്റെ അത്രയും ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് എല്ലാവരും അത്രയും നല്ല പെർഫോമൻസസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പേടി എനിക്കുണ്ട്. കാരണം എപ്പോഴും നമ്മൾ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സിന്റെ കൂടെ നമ്മൾ പെർഫോം ചെയ്യാൻ നിൽക്കുമ്പോൾ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാകാറുണ്ട്.
പക്ഷെ ചാക്കോച്ചൻ്റെ കൂടെ എനിക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അത്രയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതായത് ഞാൻ പറയണത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ടാന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മള് ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സീനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവാറുണ്ട് എപ്പോഴും. ഞാൻ എപ്പോഴും അതിൽ വിശ്വസിക്കുന്ന ആളല്ലാണ്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു ഓക്കെ ഈ സീൻ ഇങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് അങ്ങനെ മനസ്സിൽ ആലോചിച്ച് എനിക്ക് പോയി ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ഒരു മൊമെന്റിൽ ആ ഒരു സീൻ മനസ്സിലാക്കും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കും എന്നുള്ളതിനപ്പുറത്ത് ബാക്കിയെല്ലാം ഞാൻ ആ ഒരു മൊമെന്റിൽ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൊമെന്റിലേക്ക് വിട്ടുകൊടുക്കുന്നതാണ്. അപ്പൊ എനിക്കൊന്ന് ചാക്കോച്ചനും അങ്ങനെ തന്നെയുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു അങ്ങനെ പെർഫോം ചെയ്യാൻ. ഇപ്പം ഞാൻ പെർഫോം ചെയ്യുന്നു, അതിന് ചാക്കോച്ചൻ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് അത് നോക്കിയിട്ടായിരിക്കും ബാക്കി എല്ലാ ഭാഗത്തും. അപ്പൊ അത് നാച്ചുറലി വരുന്നതാണ്. അപ്പൊ അങ്ങനെ പെർഫോം ചെയ്ത് പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെയും ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, എനിക്ക് ചാക്കോച്ചൻ ആ ഒരു ക്യാരക്ടർ ആ ഒരു മൊമെന്റിൽ ആ ഒരു ക്യാരക്ടറായി നിന്നിട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂ സെക്കൻഡ്സും കൂടി അതിൽ തന്നെ നിൽക്കും. ചില മൊമെന്റ്സിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ ഒരു ആക്ടറിനെയും അല്ലെങ്കിൽ ഒരു ആക്ട്രസിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബാക്ക് ടു നോർമൽ ലിജോ അല്ലെങ്കിൽ അങ്ങനെ ബാക്കി അവനവനാകുന്ന സമയത്ത് ചാക്കോച്ചിന് ഒരു ഫ്യൂ സെക്കൻഡ്സ് ചിലപ്പോൾ അതൊരു ഇന്റൻസ് സീൻ നമ്മൾ ചെയ്യുമ്പോഴോ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് നമുക്കൊരു ഇമോഷണലി കുറച്ചൊരു വെയിറ്റേജ് ഉള്ള ഒരു മൊമെന്റ് ആയിരിക്കാം അത്. അങ്ങനെയുള്ള മൊമെന്റ്സിൽ ഒരു 1-2 സെക്കൻഡും കൂടി ആ ഒരു അതിൽ നിന്നിട്ടായിരിക്കും തിരിച്ചോക്കെ. ഞാൻ എവിടെയോ വായിച്ചു, കാരണം ചിലര് കഥാപാത്രങ്ങളെ അവർ ചെയ്യുന്ന അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ എനിക്കത് എന്തായാലും പറ്റത്തില്ല. അപ്പൊ 2 സെക്കൻഡും കൂടെ ഒന്ന് മനഃപൂർവ്വം ഹോൾഡ് ചെയ്ത് അപ്പൊ ആൾക്കാർ തെറ്റിദ്ധരിക്കും, കൊള്ളാം ആ ഒരു തെറ്റിദ്ധാരണ ഇരുന്നോട്ടെ. കിരൺ ചേട്ടന് ഇടയ്ക്ക് കട്ട് പറയാതിരുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളോട് പറഞ്ഞ മൊമെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ കട്ട് പറയില്ല. കിരണ് മനസ്സിലായി ഞാനും അങ്ങനെ നിൽക്കേണ്ട കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്കൻഡ് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വർക്ക് ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് സൗമ്യ എന്നാണ്. ചാക്കോച്ചന്റെ വൈഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ എപ്പോഴും പറയുന്നത് ഒരു പേര് പോലെ ഒട്ടും സൗമ്യ അല്ലാത്ത ഒരു കഥാപാത്രമാണ്. പിന്നെ ഇപ്പൊ ചാക്കോച്ചൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പം ഷെല്ലി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഷാഹിക്കയുടെ ചില എലമെന്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അത് തന്നെയാണോ ഇതൊന്നും സംശയം ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സൗമ്യയുടെ ക്യാരക്ടറും എഴുതിയിരിക്കുന്നത് ഷാഹിക്കയ്ക്ക് അത്രയും അടുപ്പമുള്ള അല്ലെങ്കിൽ അടുത്തറിയുന്ന ആളുകളുടെ ചില ക്യാരക്ടർ ട്രേറ്റ്സ് അതിൽ ഈ സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടറിലുമുണ്ട്. പിന്നെ ഷാഹിക്കയുടെ തന്നെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ചില ഇൻസിഡൻസ് ഒക്കെ നമ്മളുടെ ഒരു ഫാമിലി ഇതിലും വന്നിട്ടുണ്ട്. ഇതാണ് എന്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു പോലീസുകാരൻ ഇപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഒരു പോലീസ് കഥാപാത്രം വിത്ത് ചാക്കോച്ചൻ ചെയ്യുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും എന്താണ് കഥാപാത്രത്തെ പറ്റിയും സിനിമയെ പറ്റിയും പറയാൻ? അല്ല, സിനിമയെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ, കഥാപാത്രത്തെ കുറിച്ചും അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ പോയിക്കൂടെ വേറെ കാര്യങ്ങൾ പറയാം. കാരണം ഇപ്പൊ എന്താ പറയാ, ഒരു പോലീസ് വേഷത്തിൽ പോസ്റ്റർ കണ്ടല്ലോ, അത് പോലീസ് തന്നെ ആവണമെന്നില്ലല്ലോ, അങ്ങനെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. ചാക്കോച്ചനായിട്ടുള്ള ഈ താടിയുള്ള പോലീസുകാരൻ, കുറിയുള്ള പോലീസുകാരൻ, അതെ അതെ അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. ചാക്കോച്ചൻ പറയും ആ കാര്യം. നീ മലയ്ക്ക് പോകുന്നുണ്ടോ? നീ കുറിയൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ. ഞാന് പോലീസുകാർ കുറി ഇടുവോ? കണ്ടിട്ടില്ല, അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറിയിട്ട പോലീസുകാരെയും കണ്ടില്ല. ശബരിമലയെ കാണാറുണ്ട്. താടി വയ്ക്കാൻ പറ്റുമോ? ശബരിമലയ്ക്കല്ല പോകുന്നു എന്തായാലും. പിന്നെ എന്തായിരിക്കും? അതിനുള്ള സാധ്യതയുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിൽ പോലീസ് വേഷമിട്ട് പോലീസ് ഒപ്പം വെച്ച് ഫയലും പിടിച്ചോണ്ടാന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് പോലീസ് ആവില്ല. എടാ മിടുക്ക, കഥ എഴുതിയ ഷാഹി അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആരോടെ താല്പര്യം എന്നുള്ള മനസ്സിലായല്ലോ.
ഇനിയാന്ന് പറയുന്നത്. അയ്യോ, അങ്ങനെ പറയരുത്. ആക്ച്വലി സുധീഷാണ് എന്തൊക്കെ പഠിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് വന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തായിരുന്നു. പക്ഷെ അത് ഓവർടേക്ക് ചെയ്തത് ശരിയായില്ല. അങ്ങനെ പറയരുത്. ചോദിച്ചെന്താ പറഞ്ഞത്? ചോദിച്ചത് കഥാപാത്രത്തെ പറ്റി ഒന്നും പറയാൻ അല്ല, ഞാൻ പറഞ്ഞു ചാക്കോച്ചനായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാക്കോച്ചന്റെ കൂട്ടുകാരനായിട്ടാണ് മിക്ക സിനിമകളിലും ഞാൻ കൂടുതൽ അഭിനയിച്ചത്. അനിയത്തിപ്പുറം തൊട്ട് പല സിനിമകളും അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു ചാക്കോച്ചനെ തിരിച്ചുവരവ് എല്ലാവരും കണ്ടതാണല്ലോ. ഒരു ഗംഭീരമായിട്ട് തിരിച്ചൊരു ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നു. അപ്പൊ ആ സമയങ്ങളിലൊന്നും ചാക്കോച്ചനൂടെ അധിക സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു വേഷങ്ങൾ വന്നിട്ടില്ല. കാരണം ചാക്കോച്ചൻ ട്രാക്ക് മാറ്റി. ചാക്കോച്ചൻ കോളേജ് പരിപാടിയൊക്കെ നിർത്തി വേറെ ലെവലിലേക്ക് പോയി. അപ്പൊ കൂട്ടുകാരൻ ആവശ്യമില്ല. ഞാൻ പഠിച്ച് പാസ്സായിട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ അടുത്ത കാലത്താണ് 1-2 സിനിമകളിൽ ചാക്കോച്ചനായിട്ട് വീണ്ടും അഭിനയിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് അന്നത്തെ പോലെയല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾ തമ്മിലുള്ളത്. മനസ്സിലായില്ലേ? അന്നത്തെ കൂട്ടുകാരൻ ലെവലല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ അതൊരു പ്രത്യേക തരം ഫീൽ ആയിരുന്നു ചാക്കോച്ചനോട് അങ്ങനെ അഭിനയിക്കാന്ന് പറയുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടറാണെങ്കിൽ അങ്ങനെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് ചെയ്യാന്നുള്ളത്. മറ്റേ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഞാൻ അവിടെ ചോദിച്ചു ശരിക്കും കഥാപാത്രത്തെ പറ്റി പറയൂ. എങ്ങനെയാണ് ഉന്മാദം സംഭവിക്കുന്നത്? ഉന്മാദം ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഈ സെറ്റിൽ. അതെ, ഉന്മാദത്തോടു കൂടി തന്നെയാണ് ചെയ്യാൻ പറ്റിയത്. കാരണം ഷായിഖാനെ പരിചയം ഇലവീഴ പൂഞ്ചിറയിലെ ഒരു ക്യാമിയോ റോളിന് അന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് ഒന്ന് ഷായിഖ് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു സെക്കൻഡിൽ വന്നിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് റോന്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് ഞാൻ ചെല്ലേണ്ട സമയം 2 ദിവസം മുന്നേ എനിക്ക് വയ്യാതായി. അങ്ങനെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഷായിഖയുടെ റൈറ്റിങ്ങിൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു ആഗ്രഹമാണ് അതുപോലെ ഒരു റൈറ്ററുടെ സിനിമയിൽ നമ്മൾ ഒരു കഥാപാത്രം ഒരു സീനാണെങ്കിലും ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഉന്മാദത്തിലൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പം ഞാൻ ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്ത് സ്റ്റേജിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചൻ്റെ ഒപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഗുലുമാലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അള്ളു രാമേന്ദ്രൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു 5-ാം പാതിര മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്ന ചാക്കോച്ചൻ അതിന് മുന്നേ ഉള്ള നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ചാക്കോച്ചനല്ല. ഒത്തിരി നമ്മളിങ്ങനെ സർപ്രൈസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സായിട്ട് വന്നു. അപ്പോൾ അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അത്തരം ഒരു ആക്ടറിൻ്റെ ഒപ്പം സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോഴാണ് സമയമായത്. അങ്ങനെ ഉന്മാദത്തിൽ വന്നു. ഈ ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ഷായിക്ക, ചാക്കോച്ചൻ, അങ്ങനെ ലിജോ ആയിട്ട് പുലിമടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ വന്നു. ഇപ്പോൾ സുധീഷേട്ടും പറഞ്ഞതും ചാക്കോച്ചൻ പറഞ്ഞിട്ട് വളരെ വലിയൊരു പോയിന്റ് ഉണ്ട്. അതായത് ചാക്കോച്ചന്റെ ട്രാക്ക് മാറ്റം. ശരിക്കും ചാക്കോച്ചൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ട്രാക്ക് മാറ്റത്തിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു എവല്യൂഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിണാമം നടക്കുന്നുണ്ട് നായകങ്ങളിൽ, എക്സ്പ്രഷൻസിൽ അല്ലെങ്കിൽ അനുഭവങ്ങളിലൊക്കെ. ഇതിന്റെ ഒരു മേക്ക് ഓവർ എങ്ങനെയാണ്? ചാക്കോച്ചൻ എങ്ങനെയാണ് ഒരു ഹോംവർക്ക് ഇതിൽ എങ്ങനെയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇത് എനിക്ക് അതിൻ്റെ ഗുട്ടൻസ് ഇതുവരെ പിടികിട്ടിട്ടില്ല. കാരണം ഞാനത് പറയാൻ കാരണം വെച്ചാൽ 80-ാം കേസോട് കഴിഞ്ഞിട്ട് ഞാൻ രതീഷ് പൊതുവാളിനോട് ചോദിച്ചു, ഡിയർ, എനിക്ക് പരിചിതമല്ലാത്ത പരിപാടികളാണ് എല്ലാം ഞാനതിൽ ചെയ്തത്. ഡയലക്റ്റ്, സംഭാഷണ ശൈലി, അല്ലെങ്കിൽ ആ ഒരു ടെറൈൻ, എൻ്റെ അപ്പിയറൻസ്, പരിപാടികൾ, ഇതൊന്നും എനിക്ക് പരിചിതമേ അല്ല. പക്ഷേ അത് ആൾക്കാർ സ്വീകരിച്ചു. അപ്പോൾ എന്താണ് എൻ്റെ ഒരു സാധനം? പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇത് എന്തോ ഒരു മാജിക് അവിടെ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ലിജോ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരു ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡയലോഗുകൾ അറിയാം, കഥയറിയാം, എല്ലാം അറിയാം. ആ ഒരു മൈൻഡിൻ്റെ ബാക്ക് സൈഡിൽ അത് കിടപ്പുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ആ മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ ആ ലൊക്കേഷനിൽ വന്ന് നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ആ സമയത്ത് ഒരു പ്രോസസ്സ്, എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായിരിക്കും ആ പ്രോസസ്സ് മൊത്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഇന്റർവ്യൂസ് വരാനുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂസിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരു എക്സ്ട്രീം ഡോപ്പമൈൻ ലെവലിൽ പോകണമെന്ന് എനിക്കുണ്ട്. ആൻഡ് ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ്. സോറി, ഡ്രഗ്സ് ഞങ്ങൾ ഉപയോഗിക്കും. ഓക്കെ, ഡോപ്പമൈനാണെങ്കിൽ ഓക്കെ. കുറച്ച് പരിപാടീസ് ഉണ്ട്, കുറച്ച് ചോദ്യങ്ങൾ. അത് മേക്ക് ഇറ്റ് ഫൺ, മേക്ക് ഇറ്റ് ലോഫ്, തിരിച്ച് മറിഞ്ഞ് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരെങ്കിലും നമ്മളോട് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടോ? ഉറക്കം വന്നിട്ടുണ്ട്. അത് ഉറക്കം വരാത്ത ആക്ടിയോ? ഞാൻ എന്തോ ജ്യൂസ് എന്തോ ഓർഡർ ചെയ്തു, ഉറക്കം വരുമ്പോഴാണ് അതൊരു സിപ്പ് എടുക്കും. ഒറ്റത്തവണ ഉറക്കം. ജ്യൂസ്
കുടിച്ചാൽ ഉറക്കം വരുന്നു എന്നുള്ളതാണ്. ആയിക്കോട്ട് വിടാൻ വരുമ്പോ പെട്ടെന്ന് ജ്യൂസ് കുടിക്കാതെ അറിയരുതല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു ചാക്കോച്ച. എന്റെ ടെക്നിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ കുറെ പേർക്ക് ഫീൽ ചെയ്യും. എനിക്കൊന്നും വരണം. ടെക്നിക്ക് ഉണ്ടല്ലേ? അതുണ്ട്, അതാണ് ഉണ്ട്, സാധനമുണ്ട്. ഉറക്കമില്ലാത്ത വേറെ സാധനമുണ്ട് അല്ലേ? All the actors wants to know. ഇല്ല പറയില്ല, കള്ളി വിളിച്ചെത്തോ അടുത്ത ഈ കഥ പറയുന്ന ഒരു കഥ പറയുമ്പോ ഇവൻ അത് ചെയ്യാൻ ഇല്ല അങ്ങനെ ഇപ്പൊ എല്ലാ പടത്തിലും അങ്ങനെ ഒരു ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും അങ്ങനെ വരാറില്ല. പക്ഷെ ഫുള്ള് ചില 1-2 പടങ്ങളിലൊക്കെ പറഞ്ഞു. പക്ഷെ തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പറഞ്ഞ് കേൾക്കുമ്പോ ഒരു ഐഡിയ ആയിരിക്കുമല്ലോ. എല്ലാം വേണ്ട. അതെ അതെ അതെ. അല്ല, അത് അങ്ങനെയല്ല. ഓരോരുത്തർ പറയുന്ന രീതിയാണല്ലോ. ചിലർക്ക് നന്നായിട്ട് കഥ പറയാൻ പറ്റും, അതെ അതെ. അങ്ങനെയാണ്. ചിലപ്പോൾ കഥ പറയാൻ ചില ആൾക്കാർ മോശമായിരിക്കും, പക്ഷെ നല്ല സിനിമയായിരിക്കും എടുക്കുന്നത്. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ടയർഡ് ആയിരിക്കും. നമ്മൾ വേറെ ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കഥ കേൾക്കാൻ അത് ചിലപ്പം കഥ പറയുന്നവരുടെ അല്ലെങ്കിൽ കഥയുടെ കുറ്റമാണോന്നില്ല, നമ്മൾ ടയർഡ് ആകുന്നത് കൊണ്ടും അങ്ങനെ സംഭവിക്കാം. പിന്നെ ഫോണിലാണ് കൂടുതൽ. ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് പിന്നെ മിക്കവാറും ഫോണിലാണ് സംസാരിക്കുകയാണ് പല ആൾക്കാരും. അപ്പോ എന്താ പറയാ, കഥ പറഞ്ഞോട് ഇപ്പൊ ചാക്കോച്ചനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നായകന്മാരാരാണെങ്കിലും ഇപ്പൊ ലാലേട്ടനോ മമ്മൂക്കി ആരാണെങ്കിൽ പിന്നെ ഞാൻ അധികം കേൾക്കാൻ നിൽക്കാറില്ല. അതെ അതെ അതെ, ആ സത്യമാട്ടോ. അതെ അതെ അതെ. ഓക്കെ, എന്ത് പറഞ്ഞാലും ഓക്കെ. അറിയില്ല. സ്വന്തം പേരിടക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ടോ? ഇടയ്ക്കോ എപ്പോഴും എന്താ പുതിയ വേറെ ആരും നോക്കാത്തോണ്ട് നോക്കിയിട്ടുണ്ട്. നോക്കാറുണ്ട്, ഇടക്ക് നോക്കാറുണ്ട്. ഇല്ല, ഇടയ്ക്ക് ഇല്ല. അങ്ങനൊന്നുമില്ല. ഞാൻ നോക്കാറുണ്ട്. എന്താ നമ്മളെ പറ്റി ആൾക്കാർ അല്ല, ആൾക്കാരത് പറയാനൊന്നുമില്ലല്ലോ. അല്ല, ഗൂഗിളിൽ നോക്കാൻ എന്നാലും നമ്മുടെ കാര്യം വിക്കിപീഡിയ അല്ലേ. ആ. അപ്പൊ അത് സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ വെച്ചാല് നമ്മുടെ സിനിമകളുടെ ലിസ്റ്റ് അതിനകത്ത് ഉണ്ടാവുമല്ലോ. അത് ആരും ചെയ്യുന്നു നമുക്ക് അറിയില്ല. പക്ഷെ അത് ഞാൻ പല പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയ പോലെ അതെ അതെ അതെ, ശരിയാ. അതെന്താ എനിക്ക് മനസ്സിലായില്ല. കാരണം ചില സിനിമകൾ ഇല്ല അതിനകത്ത്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ചില സിനിമകൾ അതിനകത്ത് കാണുന്നില്ല. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും പബ്ലിഷ് ചെയ്ത് ഒരാഴ്ച നോക്കും പഴയ പോലെ. അതുകൊണ്ട് ഇടയ്ക്ക് കൂടുതൽ നോക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നോക്കൂ. ആരുടെങ്കിലും പേര് മറന്നു പോയിട്ടുണ്ടോ? അതായത് നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ്, പക്ഷെ അത് മറന്നു പോയിട്ട് അത് മാനേജ് ചെയ്യാൻ എനിക്കതൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിപ്പോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. ഞാനത് പറഞ്ഞപ്പോ ഭൂരിഭാഗം പേർക്കും ഇതുണ്ട്. ഭയങ്കര കമ്പനി ആയിരിക്കും. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് നമ്മൾ ഭയങ്കര സംസാരിക്കും. പിന്നെ പെട്ടെന്ന് പേരെന്താന്നെങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ വേറെ ആരോടെങ്കിലും ചോദിക്കും, ആ പുള്ളിയുടെ പേരെന്നായിരുന്നു എന്ന് ചോദിക്കുക. ഞാൻ അതങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇല്ലേ? ഉറപ്പായിട്ടും. ഇനി പ്രായമായിട്ടാണോ? പേരൊക്കെ മറന്നു പേര് പേരൊക്കെ മറന്നു പോകാറുണ്ടോ ആൾക്കാരോട് നമ്മൾ സംസാരിച്ചതിന് ശേഷം? നമ്മളല്ലേ പരിചയപ്പെട്ട അപ്പൊ എനിക്ക് പറഞ്ഞു. എനിക്ക് അത്രയ്ക്ക് പ്രായമായിട്ടില്ല. അല്ല, അങ്ങനെയല്ല, പ്രായത്തിന്റെ അല്ലേ അത്, ശ്രദ്ധിക്കാത്തോണ്ടാ. ചില ആൾക്കാരെ അതിന്റെ പേര് അപ്പൊ എനിക്ക് പറഞ്ഞു, എന്താ സംഭവം ഓർമ്മില്ല. പേരെന്താ വീണ്ടും ചോദിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോ അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങി നമ്മളവരുടെ പേര് അല്ല, ചില സമയങ്ങളിലൊക്കെ അല്ലേ, അങ്ങനെയൊക്കെയുള്ളൂ. സൗന്ദര്യത്തിലാണെങ്കിൽ പേര് നല്ല ഓർമ്മ ഉണ്ടല്ലോ. മനസ്സിലായില്ലേ തനി സ്വഭാവം. അതെ അതെ. ചാക്കോസ് ശരിക്കും നിങ്ങളെ ആ സമയത്ത് ചേട്ടാ ഈ ഞാൻ നോർമലി ഉള്ള ഷൂട്ടിംഗ് സെറ്റ് അനുഭവങ്ങളല്ല, ആ സമയത്തുള്ള ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളില്ലേ, ശരിക്കും ചാക്കോസിന് ആ സമയത്ത് ചാക്കോസിന് എങ്ങനെയാണ്? ഒരു കൗമാരം രൂപ ആ പ്രായമാണല്ലോ. പണ്ടോ? പണ്ട് പണ്ട് ചാക്കോച്ച ഭയങ്കര, ഇപ്പോഴും റൊമാൻറ്റിക് ആണ് ആള്, അന്നും റൊമാൻറ്റിക് ആണ്. നിന്നോടോ? എന്നോടല്ല, ഞാനിങ്ങനെ യാത്രകളിൽ മനസ്സിലാക്കുന്നത്. ചാക്കോച്ചന്റെ പ്രണയം എനിക്കറിയാലോ. ചാക്കോച്ചൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് പരിചയം ഉണ്ടല്ലോ ചാക്കോച്ചനെ. അപ്പൊ ഈ കല്യാണം കഴിച്ച ആളെ തന്നെയാണ് പ്രണയിച്ചോണ്ടിരുന്നത്. എടുത്തു പറയണം പ്ലീസ്. ചാക്കോച്ചന്റെ ഭാര്യയെ തന്നെയാണ് ചാക്കോച്ചൻ മുമ്പ് പ്രണയിച്ചോണ്ടിരുന്നത്. സത്യമാണ്. ഇല്ലല്ല, അത് കറക്റ്റാണ്. അപ്പൊ ഒരുപാട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചന്റെ വണ്ടിയിലൊക്കെ പല ലൊക്കേഷനിൽ പോയിട്ടുണ്ട്.
അപ്പോഴൊക്കെ ചാക്കോച്ചൻ എന്നോട് സംസാരിക്കാൻ നേരമില്ല, ആ. അങ്ങനെ സംസാരിച്ചു. അപ്പൊ റൊമാൻറ്റിക് ആണ് ഭയങ്കരമായിട്ട്, ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. സുധീഷേട്ടൻ ആ സമയത്ത് എങ്ങനെയായിരുന്നു? ഇവന് ടെൻഷനായിരുന്നു. കാരണം ഇവന്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ഇവനേക്കാളും മുമ്പേ ഞാൻ കല്യാണം കഴിക്കും അതെ, അതെ. ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവമുണ്ട്. എന്റെ കല്യാണം എപ്പോഴാണ് തീരുമാനിച്ചത് അതിന് കുറച്ചു മുമ്പ് തന്നെ ഇവൻ ആ പെട്ടെന്ന് അതിന് ലോക്ക് ഒരേ ചെയ്തു. സമയത്താ കല്യാണം ഫിക്സ് ചെയ്തത്. അപ്പൊ ഞാൻ നോക്കിയപ്പം ഇവന്റെ ഫിക്സ് ചെയ്തു April 2 അല്ല, April April 2 അവന്റെ. അപ്പൊ എന്റെ ഏകദേശം സമയമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്നാ 2 ദിവസം മുമ്പ് ഞാൻ ആദ്യം കെട്ടിന്ന് പറയാമല്ലോ. അങ്ങനെ അതുകൊണ്ട് എന്താ ഗുണം? വെറുതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ചാക്കോച്ചൻ ഒരുപാട് ആളുകളെ ക്രഷായിരുന്നു, ഇപ്പോഴും ആണ്. ആരുടെ? ഒരുപാട് ആൾക്കാർ ഓ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വിനയം, എന്തൊരു വിനയാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാണെന്ന് ജസ്റ്റ് കുഞ്ചാക്കോ ബോബനെന്ന് ആ മെറ്റീരിയൽ സെർച്ച് ചെയ്ത് താഴത്തേക്ക് നോക്കിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ചാക്കോച്ചന് ഒരുപാട് ആളുകളെ ക്രഷാണ്. അപ്പൊ ചാക്കോച്ചന് ക്രഷ് തോന്നിയിട്ടുള്ള ആളുകളായിരിക്കും? അതിപ്പോ പറയാൻ അതിപ്പോ പറയാൻ പറ്റില്ല. എന്താ ഉദ്ദേശം? ഇന്ന് വീട്ടിൽ പോകണ്ടെന്നൊക്കെ. അത് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. നിങ്ങൾ അന്ന് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? ഞാൻ ഹീറോയിൻ നല്ലതാണ്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയില്ല. പാസ് പാസ് എന്നാൽ അങ്ങ് ക്രഷ് തോന്നിയിട്ടുണ്ടോ? കാണുമായിരിക്കും. അങ്ങനെ അങ്ങനെ ഒരാളായിട്ട് പറയാൻ അതാണ് ലിസ്റ്റ് കൂടുതലാന്ന് തോന്നുന്നു. ഇന്നൊന്നുമില്ല. പൊതുവെ എല്ലാവരോടും ഒരു സമദൂര സമീപനമായിരുന്നു. ഞങ്ങൾക്കറിയാം ഒരു സമുദ്ര സമീപനം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി അതേക്കുറിച്ച് അതുപോലെ ഞാൻ ഇൻസ്റ്റ നോക്കിയപ്പോൾ ചോദിക്കണം ആഗ്രഹിച്ചൊരു ചോദ്യം ഉണ്ട്. മകനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫാദർ, ഇപ്പൊ നമ്മുടെ അച്ഛൻ നമ്മളെ വളർത്തിയ ഒരു രീതിയിലും കാലത്തിലും നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് ആളുമായിട്ടുള്ള റിലേഷൻ? ഞാൻ ലേറ്റസ്റ്റ് കണ്ട വീഡിയോയിൽ നിങ്ങൾ രണ്ടാളും മരത്തിനോട് ഇരിക്കുന്ന വീഡിയോ, എങ്ങനെയാണ് ആള് ഒരു ആസ് എ ഫാദർ എങ്ങനെയാണ് ആളെ ഒരു രീതി എങ്ങനെയാണ് നിങ്ങൾ? എനിക്ക് സാധാരണ എല്ലാ അച്ഛന്മാരും ചെയ്യുന്ന പോലെ തന്നെയാണ്. പാമ്പർ ചെയ്യും, എന്നാൽ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളും കുറച്ച് അറിഞ്ഞ് വളരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നത്തിങ് കംസ് ഈസി. ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾവേസ്. അപ്പം അത് ഫേസ് ചെയ്യാനായിട്ടും അതിനെ അതിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് ഇപ്പോൾ വീടുകയാണെങ്കിൽ എണീക്കാനായിട്ടുള്ള ആർജവം സ്വയം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രേ ഉള്ളൂ. ആരും ഇല്ലാതിരുന്നപ്പോ വെറുതെ ഒരു മൂഡിന് ഒറ്റ ഡാൻസ് കളിക്കായിരുന്നു? വെറുതെ ഒരു മോഡൽ ഡാൻസ് ചെയ്യാറില്ല, പ്രാക്ടീസ് ചെയ്യാൻ വീട്ടിൽ. അതെ, ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രണയമണി തൂവൽ പൊഴിയും മഴയത്താണോ? അല്ലല്ല, വീട്ടില് ആ പാട്ട് വെച്ചിട്ട് വെറുതെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ ഡാൻസ് ഒന്നല്ല, എന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നത്. ആ ഒരു മൂഡ് ഉണ്ടല്ലോ, ആ ഒരു പാട്ടിന്റെ ഒരു മൂഡ്, ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആ പാട്ട്. തൂവൽ എന്തായാലും പൊഴിയും. അപ്പൊ ആരുമില്ലാതെ റൂമിനകത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ടാസ്ക് ആണ്, സെൽ യുവർ കോ സ്റ്റാർ എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ കോ സ്റ്റാറിനെ വിൽക്കണം. വിൽക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമയുടെ ഒരു മാർക്കറ്റ് ആണെന്ന് വിചാരിക്കും. പറഞ്ഞുതരാം. ഒരു സിനിമയുടെ മാർക്കറ്റ്, നമ്മളൊരു മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പൊ നമ്മളൊക്കെ അവിടെ ഉൽപ്പന്നങ്ങൾ പോലെ നിൽക്കുന്നതാണ്. നമ്മുടെ കോ സ്റ്റാർ ആണ് നമ്മുടെ സെയിൽസ്മാൻ. അപ്പൊ ആ സെയിൽസ്മാൻ നമ്മുടെ പ്രൊഡ്യൂസർക്ക് നമ്മളെ സെയിൽ ചെയ്യാം. സർ ഇന്ന ആള് ഇതാണ് സർ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് സർ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ. മലയാളത്തിൽ വേറെ പേരാണോ? അതാരാ പറയാ? തീർച്ചയായിട്ടും പറയാം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്താ നമ്മളൊക്കെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആണ് വിചാരിക്കാം. നമ്മളെല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ചേട്ടൻ ഒരു പ്രൊഡക്റ്റ് ആണ്, ചേട്ടൻ അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഒരു ഡയറക്ടർ ഒരു ഡയറക്ടറിനെ പാസ് ചെയ്യാണ്. അപ്പൊ ഡയറക്ടർ ഇങ്ങനെ ആളെ നോക്കി വരിക, ഒരു ആക്ടർ എന്നുള്ള നിലക്ക് വരിക. ചാക്കോച്ചനാണ് സുധീഷേട്ടന്റെ അടുത്ത് സുധീഷേട്ടനെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ സുധീഷേട്ടനോട് ചാക്കോച്ചൻ സ്വാഭാവികമായിട്ടും പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും സുധീഷേട്ടനെ ആ ഡയറക്ടർ എടുക്കാൻ വേണ്ടിട്ട്? ചാക്കോച്ചൻ പറയാനുള്ള കാര്യം ഞാൻ പറയണോ സുധീഷ് പറയണോ? രണ്ടും പറയാം, രണ്ടും വേണം. എങ്ങനെയായിരിക്കും? അല്ല, അത് മനസ്സിലായി. അങ്ങനെ ഒരു മാർക്കറ്റിംഗ്. ശരി, ഒന്നും പറയാനില്ല. ഇപ്പൊ എന്ത് ചാക്കോച്ചനെ കുറിച്ച് ഇപ്പൊ എന്ത് പറയാനാണ്? എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ.
അവരിങ്ങോട്ട് ചോദിക്കും ഡേറ്റ്, അതെ. ഇങ്ങോട്ടാ ചോദിക്കുക. ചാക്കോച്ചൻ ഇല്ലാതെ പിന്നെ പിന്നാലെ ഓടും. അങ്ങനെയായിരിക്കും. Okay. ലിജോനെയാണ് അങ്ങനെ ചെയ്യുന്നത്. തിരിച്ചില്ല, എനിക്ക് ആ കഴിവില്ല. എന്തായിരിക്കും പറയാ ലിജോമോളെ ഒരു ഡയറക്ടർക്ക് പറയാം സാർ ഇന്നതാണ് സാർ, അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് പറയും. ഇത് രസമല്ലേ? അത്ര രസമല്ല. ഭർത്താവ് ഭയങ്കര ഭീകരനാണ്, സൂക്ഷിച്ച് കണ്ടുവെക്ക്. അത്രേ ഉള്ളൂ. ലിജോ എന്താ പറയാ? ആക്ട്രസ് ആണ്, അപ്പൊ നമ്മളങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇത് അങ്ങനല്ലാന്ന്. ഇതൊരു തമാശ. ഇത്ര സീരിയസ് ആയിട്ട് എന്തിനാ പറയും? ലിജോ ചാക്കോച്ചനെ കുറിച്ച് പറയുന്നതാണോ? അത് നീ എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ലിജോയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർക്കും ആരെയും കുറിച്ച് പറയാനില്ല. ഇഷ്ടപ്രഭാ. ഞാൻ ആരെ കുറിച്ച് ഇപ്പൊ ചാക്കോച്ചനെ പറ്റി പറയാമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പൊ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എടുത്താൽ നല്ല ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്തു തരും. ഇപ്പൊ എടുത്തോന്നൊക്കെ. അതെ, സുധീഷ് ഒരു ഫൺ എന്റർടൈനറാണ്, അത് കൊണ്ടുപോയാലും കൊള്ളാം. ഇപ്പൊ പറഞ്ഞു വരുമ്പോ പുള്ളിക്കാരി എന്നെ പറ്റി പറഞ്ഞു ഇപ്പൊ എടുത്താ കൊള്ളാം. ഇതിന് മുമ്പ് എടുത്തിട്ട് ഇതിന് ശേഷം പ്രസന്റിലാണല്ലോ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും. അല്ല, നമ്മള് സ്വർണ്ണവിലയുടെ കാര്യം പറയുന്ന പോലെ അതെ, അതെ. ഇപ്പോഴത്തെ പോവും. ചെയ്യാനാണെങ്കിൽ ചിലപ്പോ കൂടാൻ ചിലപ്പോ കുറയാം. സ്വർണത്തിന്റെ ഞാൻ ചാക്കോസിന്റെ ഓൾമോസ്റ്റ് സിനിമകളിൽ നമ്മളെപ്പോഴും ഏത് ഫ്രെയിം വെച്ചാലും എവിടുന്ന് നോക്കിയാലും സുന്ദരനാണ്. ചാക്കോസിനെ സുന്ദരനായിട്ട് ഏറ്റവും സുന്ദരനായിട്ട് തോന്നിയ സിനിമ അല്ല സത്യമായിട്ടും അങ്ങനല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗ്ലാമർ പരിപാടിയായിട്ട് തോന്നി. നിറം ഞങ്ങള് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് നമ്മളോട് ആദ്യം ചോദിക്കുവാണെങ്കിൽ ഇതായിരിക്കും തോന്നിയിട്ടില്ല സുന്ദരനായിട്ട്. ഞാൻ എങ്ങനെയാ അങ്ങനെ എന്നെ കുറിച്ച് പറയുന്നത്? സുധീഷേട്ടൻ മതി. ഒരുപാട് പടങ്ങളുണ്ട്. അനിയത്തിപ്രാവിൽ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടായി. പക്ഷെ അതിനുശേഷം ഒരുപാട് മഴവില്ല്, ചന്ദമാമ, മഴവില്ല്, ചന്ദമാമൊക്കെ ആ സമയത്ത് നല്ല ഗ്ലാമർ. ഞാൻ ഇപ്പൊ കൊള്ളാം, അപ്പൊ കൊള്ളാം. ഓക്കെ, ജന്തർ മന്ദിറിൽ നടക്കുന്ന വിഷയം നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു, ഒരുപാട് സിനിമാക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിലനിൽക്കുന്ന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സെലിബ്രിറ്റി ആയതിന്റെ പേരിൽ അതൊരു ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇല്ല, ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇത് പൊളിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് ഇതൊരു ബാധ്യതയായിട്ട് തോന്നുന്നത്. അപ്പൊ അതിനപ്പുറം നമ്മുടെ എല്ലാവരും അതിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനാണ് അത് വാല്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ഇപ്പം ഈ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെയാണ് എന്ന് തോന്നിയിട്ടുള്ളവർക്ക് പോലും അതേ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള അവരെ ആരാധിക്കുന്ന ആൾക്കാർ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പം അത് ഇതിനപ്പുറമാണ്, ഈ പൊളിറ്റിക്സിന് അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ നല്ല വശം കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ബാധ്യതയായിട്ടും ഒരു അല്ല, അത്തരം പ്രസ്താവനകൾ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞേ പറ്റുന്ന ഒരു തിട്ടൂരം സോഷ്യൽ മീഡിയയിലുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം എല്ലാത്തിനും റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സോറി, അത് അവരും അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. എല്ലാത്തിനും റിയാക്ട് ചെയ്യുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ ഒരു പരിധിവരെ നമ്മളെയും നമ്മുടെ സിസ്റ്റത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആരാണെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നു തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതിപ്പം സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് നമ്മൾ ഡെയിലി ന്യൂസ് കാണുന്നവരാണ്. അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക്. പക്ഷെ അതെല്ലാം നമ്മൾ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യണം എന്നൊരു ഒപ്പീനിയൻ എനിക്കില്ല. ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ളവരോടായിരിക്കും നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഷെയർ ചെയ്യുക. അപ്പം അത് എല്ലാം നമ്മൾ പബ്ലിക്കായിട്ട് ഇടണം എന്ന് എനിക്ക് തോന്നുന്നില്ല.
അതിന് ഒരു പ്രഷർ ആർക്കും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് എനിക്ക് തോന്നിയാലാണ് ഞാനത് ഷെയർ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഒന്നുമില്ല, അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തീവ്രമായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പ്രമുഖരായ ആൾക്കാർ പബ്ലിക്കായിട്ട് ഇടുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പം അത് നല്ല കാര്യം തന്നെയല്ല എന്നല്ല ഞാൻ പറയും. ഇപ്പം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുള്ള കാര്യം. കാരണം ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രശസ്തരായ ആളുകൾ തീർച്ചയായിട്ടും അതിന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു പാർട്ടി എന്നുള്ള ബേസ് അല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ എന്ത് ഗവൺമെൻറ് ചെയ്യാൻ പറ്റും അത് അവർക്കൊരു എന്താ പറയുക മുൻകരുതൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അവർ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, തീർച്ചയായിട്ടും സെലിബ്രിറ്റീസ് ഇപ്പം ഏത് മേഖലയിൽ നിന്നായിട്ടുള്ളവരും അവരവരുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സാധാരണ ഒരാളുടെ ചിലപ്പോൾ പറയുന്നതിനേക്കാളും അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും. അതാണ് എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ എല്ലാത്തിനും അങ്ങനെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, സ്റ്റാൻഡുണ്ട്. അത് അതിന് അവസരം വരുമ്പോൾ അതിന് പറയുക. ചിലവർ പറയത്തില്ല, അവന് ഒരു അവസരത്തിലായിരിക്കും പറയുന്നത്. നിർബന്ധമായിട്ട് ഫോഴ്സ്ഫുള്ളി അതിന് എല്ലാവരും അതിന് പോസ്റ്റ് ഇടണം എന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. ഓക്കെ, സോ എന്തായാലും ഉന്മാദം വരികയാണ്. കാണുന്ന എല്ലാ മനുഷ്യർക്കും ഉന്മാദത്തോടു കൂടി തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.